ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് വരകളും കോണുകളും എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് ഒരു ലൈനിൻ്റെ മുകളിൽ മറ്റൊരു കോണ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിലുണ്ടാവുന്ന ഒരു കോണാണ് 100 ഡിഗ്രി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 80 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ലൈനിലുള്ള രണ്ടാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഈ 80 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 100 എന്ന ഡിഗ്രി കിട്ടും. എന്താണ്? ഒരു ലൈനിൻ്റെ മുകളിൽ മറ്റൊരു ലൈന്, ഇതാണ് മറ്റൊരു ലൈൻ എന്ന് വിചാരിക്കുക. ഇവിടെ ഉണ്ടാകുന്ന കോണാണ് ഞാൻ 135 അല്ലെങ്കിൽ 145 എന്ന് എടുത്തു വിചാരിക്കുക. 145. ഇനി നമുക്ക് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കണം, 145. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 145 എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. 10 5 പോയാൽ 5, 7 4 പോയി കഴിഞ്ഞാൽ 3, 1 പോയി കഴിഞ്ഞാൽ 0. ബാക്കി ഉണ്ടാകുന്ന ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 145 ഡിഗ്രി. അതായത് 180 നിന്ന് 145 കുറച്ച് കഴിഞ്ഞാൽ 10 5 പോയാൽ 5, 7 4 പോയാൽ 3. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി? 35 കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി. രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇനി ഒരു ആംഗിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ ആംഗിൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ ഞങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 180 മൈനസ് 30 ചെയ്താൽ മതി. 180 നിന്ന് 30 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 0. 8 നിന്ന് 3 പോയാൽ 5, 1. 150 ഡിഗ്രി എന്ന് വരും. ഇതുപോലെയുള്ള കോണുകളും വരകളുള്ള കണക്കുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം പേജ് നമ്പർ 181 ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? കടക്കാം. ചോദ്യം എന്ത് ചെയ്യാം? ആദ്യം ഒന്ന് വായിക്കാം, ശേഷം ചെയ്തു തുടങ്ങാം. ചോദ്യം ഇതേപോലെ ഒരു ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഫിഗറിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പേജ് നമ്പർ 131. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ബിലോ ഹൗ മച്ച് ഈസ് ദ ആംഗിൾ ഓൺ ദി ലെഫ്റ്റ് സൈഡ്? ചുവടെയുള്ള ചിത്രത്തിൽ ഇടതുവശത്തുള്ള കോണ് എത്ര ഡിഗ്രി ആണ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഫിഗർ ഇതാണ്. ചോദ്യം എന്ത് ചെയ്യാം? സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഫിഗർ. ഈ ഫിഗറിൽ ഒരു ലൈനിൻ്റെ മുകളിൽ രണ്ട് ലൈൻസ് ഉണ്ട്. ഒപ്പം ആ ആംഗിളുകൾ എത്രയെന്ന് ക്വസ്റ്റ്യനിലുണ്ട്? 50 ഡിഗ്രി, 35 ഡിഗ്രി. നമുക്കറിയാം രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടേണ്ടത്? 180 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ പേര് കൊടുക്കാം. ABC പേര് കൊടുത്തു. ഇതിലാദ്യം നമുക്ക് BDE എന്ന് പേര് കൊടുത്തു. ആദ്യം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ആംഗിൾ എത്രയാണോ അതിൽ നിന്ന് 180 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യേണ്ടത്? ആംഗിൾ DBE പ്ലസ് EBC, ആംഗിൾ EBC കൂട്ടുക. അതായത് 50 പ്ലസ് 35 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി എന്ന് കിട്ടും. എന്ത് ചെയ്ത് മൊത്തം കൂട്ടിയപ്പോൾ 75 കിട്ടി. ഇനി ആംഗിൾ ABD കണ്ടുപിടിക്കാൻ 180 നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 75 ഡിഗ്രി മൈനസ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 10 5 പോയാൽ 5, 7 7 പോയി കഴിഞ്ഞാൽ 0, 1. ഈ ആംഗിൾ എത്രയാണ്? 105 ഡിഗ്രി. ഇതാണ് പേജ് നമ്പർ 131 ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഫിഗർ. ഞാൻ ചോദ്യം എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. ഇൻ ദ പിക്ചർ ബിലോ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദി ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ്?
താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ രണ്ട് വരകൾക്കിടയിലുള്ള കോണുകൾ എത്രയാണ്, അതായത് ഈ വരകൾക്കിടയിലെ ഈ കോണ് എത്രയെന്ന് നമ്മളോട് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്ത് ഫിഗറും ജസ്റ്റ് റഫായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താണ് ഈ രണ്ട് ചിത്രങ്ങളിലും ഈ സെറ്റ് സ്ക്വയറുകൾ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ വലിയ സെറ്റ് സ്ക്വയർ, ഒപ്പം മറ്റേ സൈഡിൽ നമ്മളൊരു ചെറിയ സെറ്റ് സ്ക്വയർ ആണ് വെച്ചിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. രണ്ട് സെറ്റ് സ്ക്വയറുകൾ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ് വേണ്ടത്. എന്ത് ചെയ്യുക, അവിടെ വലുത്, മറ്റേ സൈഡിൽ എത്രയായിരിക്കും, ചെറുത്. ഓർക്കുക, ഇവിടെ എന്താണ് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ചെറുതിൻ്റെ ഈ ഭാഗത്ത് അറ്റഭാഗത്ത് ഉണ്ടാകുന്ന കോണ് 45 ഡിഗ്രി. ഓർക്കുക, ഇവിടെ എത്രയായിരിക്കും, വലുതിൻ്റെ ഈ സൈഡിൽ 60 ഡിഗ്രി, ഈ എൽ ഷേപ്പ് ഉള്ളത് 90, ഈ ഭാഗം എത്രയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ആംഗിൾ ഒപ്പം ചിത്രത്തിൽ ഫിഗറിൽ എഴുതി വയ്ക്കാം. ഇവിടെ ചെറുതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 45, 90, ഇവിടെ എത്രയായിരിക്കും, 45. ഇനി വലിയ സെറ്റ് സ്ക്വയർ ആകുമ്പോൾ ഇവിടെ 60, 90, ഇവിടെ 30 ഡിഗ്രി. നമ്മളോട് ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ രണ്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുക. ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഞാൻ പേര് കൊടുക്കാം ആംഗിളിന്, ആംഗിൾ ABC എന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഇവിടെയും കൂടി പേര് കൊടുക്കാം, EF എന്ന് പേര് കൊടുത്തു. ആദ്യം ഈ രണ്ട് ആംഗിൾ ABE, ആംഗിൾ ABE പ്ലസ് ആംഗിൾ CBF തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 45 പ്ലസ് 60 ചെയ്യുക. 45 പ്ലസ് 60 ഈക്വൽ ടു 105 ഡിഗ്രി എന്ന് വരും. എന്നിട്ട് ആംഗിൾ ABC കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ ഉത്തരത്തിനെ 180 നിന്ന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 180 മൈനസ് 175, 10 5 പോയ 5, 7 7 പോയ 0. എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്, 180 മൈനസ് 105 ആണ്, 105. അപ്പോൾ ഇവിടെ എത്ര വരിക, 7 75 0. അപ്പോൾ നമുക്ക് വേണ്ട ABC എന്ന് പറയുന്ന കോൺ എത്രയായിരിക്കും, 75 ഡിഗ്രിയാണ് വരിക. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകളിൽ ഇടതും വലതും കോണുകൾക്ക് ഒരേ അളവാണ്. ഓരോന്നും എത്ര ഡിഗ്രിയാണ് എന്ന് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫിഗർ ഒന്ന് വരച്ചതിന് ശേഷം തുടങ്ങാം. തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, ചുവടെയുള്ള ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 3 കോണുകൾ, അതായത് ഒരു ലൈന്, ആ 2 ലൈനിലായിട്ട് എന്താണ് ഒരു കോണ്, 2 കോണുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കോണ്, ഒപ്പം മറ്റൊരു കോണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ആംഗിൾ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇടതും വലതുമുള്ള ഈ 2 കോണുകൾ എന്താണ്, തുല്യമാണ്. ഈ കോണും തുല്യമാണ്. ഈ കോൺ എത്ര ഡിഗ്രിയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ 2 കോണുകളും നമുക്ക് എത്രയായിട്ട് കിട്ടണം, തുല്യമായിട്ട് കിട്ടണം. ഞാൻ പേര് കൊടുക്കാം, ഇവിടെ ABCDE എന്ന് പേര് കൊടുത്ത് ഇതിൽ നമുക്ക് ആംഗിൾ ABC എത്രയാണ്, 30 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം 180 നിന്ന് എത്ര കുറയ്ക്കുക, ഈ 30 ഡിഗ്രി മൈനസ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, ആദ്യം ആംഗിൾ, ഈ 2 ആംഗിളുകളും എന്താണ്, തുല്യമാണ്. അപ്പോൾ ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ആംഗിൾ ABD ഈക്വൽ ആണ് CBEക്ക്. ആംഗിൾ CBEയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാൻ ആദ്യം 180 നിന്ന് ഈ 30 മൈനസ് ചെയ്യുക. 180 നിന്ന് 30 മൈനസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എത്രയാണ് കിട്ടുക, 180 മൈനസ് 30 150 ഡിഗ്രി കിട്ടി. 180 കിട്ടി. ഇത് രണ്ടും 180 ആവില്ല. എന്ത് ചെയ്യണം, രണ്ടും തമ്മിൽ കൂട്ടി എത്ര കിട്ടും, 150 കിട്ടും. ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ 150നെ
50-നെ അതിൻ്റെ പകുതി എന്ത് ചെയ്യുക എടുക്കുക. 150-ൻ്റെ പകുതി എത്രയാണ്? 75. 150 ഹരിക്കണം 75 ചെയ്യുക. 2 ചെയ്താൽ നമുക്ക് 7 2 14, 5 4 പോയി കഴിഞ്ഞാൽ 1 0, 5 2 10. അപ്പോൾ ഓരോ ആംഗിളും എത്രയാണ്? 75 ഡിഗ്രി വീതം. ഫിഗറിൽ അടയാളപ്പെടുത്തുമ്പോൾ 75 ഡിഗ്രി 75 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് 3ാമത്തെ ചോദ്യം. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ് 1 ആംഗിൾ ഈസ് ഡബിൾ ദ അതർ. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് 2 ആംഗിൾ? 2 വളകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിൻ്റെ 2 മടങ്ങാണ്. കോണുകളുടെ അളവെന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആകെ ഒരു ക്ലൂ എന്താണ്? ഒരു കോണ് മറ്റു കോണിൻ്റെ ഇരട്ടിയാണ്. അതായത് ഒരു കോൺ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് മറ്റേ കോണ്. അതായത് 50 ആവും, മറ്റേത് എന്താവും? 100 ആവും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്കറിയാം ഈ 2 കോണുകൾ തമ്മിൽ കൂട്ടി എത്രയാണ് കിട്ടേണ്ടത്? സമ്മ് നമുക്ക് 180 കിട്ടണം. ആംഗിൾ എ ബി സി ഡി എന്ന് കൊടുത്തു. ഇതിൽ നമുക്ക് ആംഗിൾ എ ബി ഡിയും ആംഗിൾ ഡി ബി സിയും തമ്മിൽ കൂട്ടിയ 180 കിട്ടണം. അതുമാത്രമല്ല ഒരു കോണ് മറ്റേ കോണിൻ്റെ എന്താവും വേണം? ഇരട്ടിയാവും വേണം. അങ്ങനെ ഇരട്ടിയാവുന്ന നമ്പറുകൾ ഏതാണ്? 2 നമ്പർ കൂട്ടിക്കഴിഞ്ഞ് 180 കിട്ടണം. പക്ഷെ എങ്ങനെയാവണം? ഒന്ന് മറ്റൊന്നിൻ്റെ ഇരട്ടിയായിരിക്കണം. ഇരട്ടിയാവുമ്പോൾ എത്രയായിരിക്കും? 1 60ഉം രണ്ടാമത് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 120. അല്ലെങ്കിൽ ഞാൻ ഒരു കോണ് എ ബി ഡി, ആംഗിൾ എ ബി ഡി ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് കൊടുത്ത്. അപ്പോൾ ഈ കോൺ എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ആംഗിൾ ബി ഡി ബി സി ഇരട്ടിയാവുമ്പോൾ 2x ഡിഗ്രി. രണ്ടും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം. എക്സ് പ്ലസ് 2x ഈക്വൽ ടു 180. എക്സ് കൂടെ 2x കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 3x ഈക്വൽ ടു 180. എക്സ് കണ്ടുപിടിക്കാൻ 180 ഹരിക്കണം 3. ഒരു 3 3 2 3 6 3 3 4 3 15 5 6 3 18. അപ്പോൾ ഇതിൻ്റെ കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി കിട്ടി. ഒരു കോൺ 60 ആകുമ്പോൾ മറ്റേത് എത്രയായിരിക്കും? 120. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അപ്പോൾ ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 60, ആംഗിൾ ഡി ബി സി ഈക്വൽ ടു 180. ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഒരു കോണ് മറ്റേ കോണിൻ്റെ എന്തായിരിക്കണം? ഇരട്ടി ആയിരിക്കണം. അപ്പോൾ ഇരട്ടിയാവും വേണം, കൂട്ടിക്കഴിഞ്ഞ് 180 കിട്ടും വേണം. അങ്ങനത്തെ നമ്പേഴ്സ് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? എടുക്കുക. ഇവിടെ എത്ര തന്നെ പറ്റുള്ളൂ? 180 കിട്ടണമെങ്കിൽ 60 120 മാത്രമേ പറ്റുള്ളൂ. അല്ല എങ്കിൽ ഒരു കോൺ എക്സ് കൊടുക്കുക. അപ്പോൾ ഇരട്ടി ആയിരിക്കുമ്പോൾ 2x. രണ്ടും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ് കൂടെ 2x കൂട്ടിക്കഴിഞ്ഞാൽ 3x സമം 180. ഇതിൻ്റെ അർത്ഥം ഇവിടെ 3 ഗുണിക്കണം എന്നാണ്. ഗുണിക്കണം ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം. 180 ഹരിക്കണം 3 60. അപ്പോൾ ഒരു കോൺ 60 ആകുമ്പോൾ മറ്റേത് എത്രയായിരിക്കും? 2 × 60 സമം 120 ഡിഗ്രി. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന 4 ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.